ഇന്നത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമ്മളിൽ പല ആൾക്കാരും ഇന്ന് അമിതമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടുള്ള ഒരു മിറാക്കിൾ ഡ്രിങ്ക് ആണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അമിതമായ കൊഴുപ്പിനെ നിയന്ത്രിക്കാനും PCOD, തൈറോയിഡ്, ഇറഗുലർ പീരിയഡ്സ്, ഓവർ ബ്ലീഡിങ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ മിറാക്കിൾ ഡ്രിങ്ക്. നമ്മളിൽ പലരും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടുള്ള ഈ മിറാക്കിൾ ഡ്രിങ്ക് മിക്സ് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മിറാക്കിൾ ഡ്രിങ്കിന്റെ മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 100 ഗ്രാം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 100 ഗ്രാം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. എള്ളല്ല ചേർത്ത് കൊടുക്കുന്നത്, കറുത്ത ജീരകമാണ്. ഇനി ഇതിനകത്തേക്ക് 50 ഗ്രാം അയമോദവും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ആക്കി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചൊന്ന് വറുത്തെടുക്കണം. മരണത്തിനൊഴികെ മറ്റെല്ലാ രോഗത്തിനും മരുന്നാക്കാൻ പറ്റുന്നത് എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ബ്ലാക്ക് കുമിൻ സീഡ്. ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആയുർവേദ കടകളിലും ഒക്കെ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ്. കരിഞ്ജീരകത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിമോണോ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഹൃദ്രോഗ സാഹചര്യം കുറയ്ക്കും. പൈൽസ്, മലബന്ധം, വാദം, സന്ധിവേദന, കൊളസ്ട്രോള്, BP, ആസ്മ, പ്രമേഹം എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് തടയാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. കരിഞ്ജീരകം മാത്രം നല്ലതുപോലെ തന്നെ കുതിർത്തിയെടുത്ത് ഒരല്പം വെള്ളത്തിൽ അരച്ചെടുത്ത് ശരീരത്തിൽ പുരട്ടുകയാണെങ്കിൽ നിറം വർദ്ധിക്കാനും അലർജി സംബന്ധമായ കുരുക്കൾ മാറിക്കിട്ടാനും ഒക്കെ ഒരുപാട് ഇത് സഹായിക്കുന്നതാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന അമിതമായ വെള്ളപ്പോക്ക്, ഇറഗുലർ പീരിയഡ്സ്, ഓവർ ബ്ലീഡിങ്, അമിതമായി ഉണ്ടാകുന്ന മുഖക്കുരു ഇതെല്ലാം ഒഴിവാക്കാൻ ഇത് നമ്മളെ ഒരുപാടധികം സഹായിക്കുന്നുണ്ട്. വയറിന് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയും ഇത് നല്ലതുപോലെ തന്നെ ഉരുക്കിക്കളയുന്നു. ഉലുവയിലാണെങ്കിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധം, ദഹനക്കേട്, വയറിളക്കം, ഗ്യാസ് പ്രശ്നങ്ങൾ എന്നിവ വളരെയധികം കുറയ്ക്കുന്നു. നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ചീത്ത കൊഴുപ്പിനെ ഒഴിവാക്കാനും ശരീരത്തിൻ്റെ മൊത്തം വെയിറ്റ് കുറയാനും ഇത് സഹായിക്കുന്നു. പീരിയഡ്സ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അയമോദകം. പീരിയഡ്സ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അയമോദകം വളരെ നല്ലതാണ്. അയമോദകം സ്ഥിരമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി മൂത്രാശയം ശുദ്ധീകരിക്കുന്നു, കെട്ടിക്കിടക്കുന്ന കഫം നീക്കം ചെയ്യുന്നു, പ്രസവാനന്തരം ഉണ്ടാകുന്ന വണ്ണം, വയറിന് ചുറ്റുമുണ്ടാകുന്ന കൊഴുപ്പ് എന്നിവ കുറയ്ക്കുന്നു. അയമോദകമിട്ട് തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് 6 മാസം മുതലുള്ള കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഇതുവഴി കുട്ടികൾക്കുണ്ടാകുന്ന മലബന്ധം, വയറുവേദന, ഗ്യാസ് പ്രശ്നങ്ങൾ എല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഇത് 3 ചേരുവയും ഇപ്പോൾ നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഞാനിതിപ്പോൾ ചൂടാക്കി എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ തന്നെ മൂത്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ തനിയെ പൊട്ടാനും തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെച്ച് ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ട് തന്നെ ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ചുക്കില്ലാതെ മരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ചുക്കിനും ഒരുപാടധികം ഔഷധ ഗുണങ്ങളുണ്ട്. അളവിലധികമായി ഉണ്ടാകുന്ന ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും വണ്ണം കുറയ്ക്കാനും ചുക്ക് സഹായിക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് 1 മാസം വരെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പൊടി ഉപയോഗിച്ച് എങ്ങനെയാണ് ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഓരോരുത്തർക്കും അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന അളവിലുള്ള 1 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. തിളപ്പിച്ച വെള്ളമല്ല എടുക്കേണ്ടത്, നമുക്ക് കുടിക്കാൻ പറ്റുന്ന അളവിലുള്ള ചൂടുവെള്ളം മാത്രമേ എടുക്കാവുള്ളൂ. എന്നാൽ ഇളം ചൂടുവെള്ളത്തിനേക്കാളും ഒരല്പം കൂടുതൽ ചൂട് വേണം. ഇനി ഈ ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂണോളം മിറാക്കിൾ ഡ്രിങ്കിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വെള്ളവുമായിട്ട് പൊടി നന്നായിട്ട് യോജിച്ച് വരണം. ഇനി ഇത് തണുക്കാനായിട്ടൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. കുടിക്കാൻ പറ്റുന്ന പരമാവധി ചൂടിൽ തന്നെ ഇത് കുടിക്കുക. ഇത് രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഓരോ ഗ്ലാസ് കുടിക്കണം.
ഇത് കുടിക്കാൻ അത്യാവശ്യം കയ്പുണ്ട്. അത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് 1 ടീസ്പൂൺ തേൻ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുടിക്കാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് 1 മാസം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ 1 മാസം പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡയറ്റോ എക്സസൈസോ ഒന്നും ഇല്ലാതെ തന്നെ 5 കിലോ വരെ കുറച്ചിട്ടുണ്ട്. ഈ ഡ്രിങ്ക് സ്ഥിരമായിട്ട് കുടിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മലബന്ധം പൂർണ്ണമായിട്ട് ഒഴിവാകുകയും നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് കൺട്രോൾ ആവുകയും ചെയ്യും. പീരിയഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾ, അമിതവണ്ണം, PCOD, തൈറോയിഡ്, ഷുഗർ എന്നിങ്ങനെ പ്രശ്നങ്ങളുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ ഡ്രിങ്ക് തയ്യാറാക്കി 1 മാസം വരെ ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ട് പറയാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.